തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMSSY കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ കണ്ടെത്തൽ. ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രം 177 നിർമ്മാണ പിഴവുകൾ കണ്ടെത്തി. തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാംപർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. UPSഉം ബാറ്ററികളും സ്വിച്ചുകളും പാനലുകളും സ്ഥാപിച്ചതിൽ പിഴവുണ്ടെന്നും UPSഉം ബാറ്ററിയും സ്ഥാപിച്ചത് ഇടുങ്ങിയ മുറികളിലാണ്, അവിടെ ആവശ്യത്തിന് വായുസഞ്ചാരമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താപനില സുരക്ഷിതമായി ക്രമീകരിക്കാനുള്ള കൂളിംഗ് സംവിധാനമില്ല. ഫാൻ കോയിൽ യൂണിറ്റ് UPSന് തൊട്ടുമുകളിലാണ് സ്ഥാപിച്ചത്. ഇതിൽ നിന്ന് വെള്ളം ചോർന്ന UPSലേക്ക് വീണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2023ലും 2024ലും ഈ പരിശോധന നടത്തിയിരുന്നു. അന്നൊക്കെ ഈ പിഴവുകൾ PWD ഇലക്ട്രിക്കൽ വിഭാഗം ചൂണ്ടിക്കാട്ടുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. മെയ് 2നും മെയ് 7നും തീപിടുത്തമുണ്ടായതിനു ശേഷം മെയ് 18ന് നടത്തിയ പരിശോധനയിലാണ് അന്ന് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ഇലക്ട്രിക്കൽ വിഭാഗം കണ്ടെത്തി വീണ്ടും റിപ്പോർട്ട് കൊടുത്തത്. തീപിടുത്തമുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും അവിടെ പണികളൊന്നും നടക്കുന്നില്ല എന്നും ആരോപണമുണ്ട്. മെഡിക്കൽ കോളേജിലെ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ചോർച്ചയടക്കമുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. മെയ് 2നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പുക ഉയർന്നത്. പുക ഉയർന്ന ഉടനെ രോഗികളെ മാറ്റിയിരുന്നു. സ്ഥലത്തെ ബാറ്ററികൾ കത്തിയത് മൂലമായിരുന്നു പുക ഉയർന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. പിന്നാലെ മെയ് 7നും സമാനമായ രീതിയിൽ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പുക ഉയർന്നു. ഓപ്പറേഷൻ തിയേറ്ററും അതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള 6ാം നിലയിലാണ് പുക ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട്.